ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന വികാരം അവരവരെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. അതൊരു ശരിയായ പ്രവണതയാണോ? അങ്ങനെ ഒരു മാനദണ്ഡം വേണോ? അല്ല, ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായം പറയാൻ അവകാശമുണ്ടല്ലോ. അങ്ങനെ പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുക ആര് വേണം ആര് വേണ്ട എന്നുള്ളത്. പാർട്ടി തീരുമാനം എടുത്താലും അത് ആ സമയത്ത് തീരുമാനം എടുക്കും. അതിനകത്ത് ഇപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പ് നോക്കിയേ, എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 3 മണിക്കൂറിലാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ആരെ തിരഞ്ഞെടുത്താലും അത് പാർട്ടി അതിൻ്റെ കൃത്യമായ സമയത്ത് തിരഞ്ഞെടുത്തിരിക്കും. ആ തീരുമാനമനുസരിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുവാൻ രംഗത്ത് കാണും. ചാണ്ടിയമ്മനെ തെരഞ്ഞെടുത്ത പോലെയല്ലല്ലോ പാലക്കാട്. ഉമ്മൻചാണ്ടി എന്നൊരു മഹാമേരുവിന്റെ മകനെ തെരഞ്ഞെടുക്കാൻ പ്രയാസമില്ല. പക്ഷേ പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ പിന്നെ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളെ പേര് ഒരുപാട് പ്രാദേശികമായ എതിർപ്പുകളുണ്ട്. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അല്ല, അങ്ങനെയൊന്നുമില്ലെന്നേ. ഒരു എതിർപ്പും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഒരു വീടാകുമ്പോൾ പല അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ട് കാണുമല്ലോ. ഒരു പാർട്ടി ആകുമ്പോൾ അതേപോലെ അഭിപ്രായങ്ങളുണ്ട്. അത് എന്താണെന്നുള്ളത് പാർട്ടിക്കറിയാം. പാർട്ടി ലീഡർഷിപ്പ് രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ നേതൃത്വം തീരുമാനിക്കും ആര് വേണമെന്നുള്ളത്. ഒരു തർക്കം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇപ്പം എൻ്റെ വീട്ടുകാരെ തൃക്കാക്കര എന്താ തർക്കം ഉണ്ടായേ? ഒരു തർക്കം ഉണ്ടായില്ലല്ലോ. അത് കൃത്യമായ തീരുമാനം പാർട്ടി എടുത്തു. പാർട്ടി അതിന് തീരുമാനമെടുക്കും. കോൺഗ്രസ് ജയിച്ചിരിക്കും. തീർച്ചയായിട്ടും നല്ല സ്ഥാനാർത്ഥിയാണ്. അത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്, യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ പോയി മർദ്ദനമേറ്റ നേതാവാണ്. ഈ പാർട്ടിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന എല്ലാവരും യോഗ്യരാണ്. ആരാ യോഗ്യരായിട്ടുള്ളവർ? 6 പേരും സ്വാഗതമാണ്. അത് പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച്. ഇപ്പം എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണ്. പാർട്ടി പറയുന്നതനുസരിച്ച് ഞാൻ മാത്രമല്ല, ഓരോ പ്രവർത്തകരും നിൽക്കും. അത് ഏത് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിക്കുണ്ട്. പാർട്ടി നിർദ്ദേശിക്കുന്നതിന് മുമ്പ് അവിടെ പോയി വോട്ട് ചോദിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ശരിയാണ്. ആര് ചെയ്തു? കളമൊരുക്കുന്ന നിലപാട് സ്വീകരിച്ച ഇതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. അത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരാളും പാർട്ടിക്ക് അതീതമായി ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ നോക്കി, ഞാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എൻ്റെ അടുത്ത് പത്രക്കാർ പ്രതികരണം ചോദിച്ചു. ഞാൻ പ്രതികരണം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് എവിടെ വേണേൽ പ്രവർത്തിച്ചൂടെ? പുള്ളി യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവന് പുതിയ മാനദണ്ഡമൊന്നും കൊണ്ടുവരണ്ട. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് എവിടെ വേണേൽ പോയി പ്രവർത്തിക്കാം. അവന് അവകാശം പുള്ളിക്കുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിന് പുള്ളി വടകരയാണല്ലോ ഇലക്ഷൻ മൊത്തം ഉണ്ടായിരുന്നത്. വേറൊരു സ്ഥലത്തും അത് വടകര കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ അർത്ഥം പുള്ളി എവിടെയാണോ തിരഞ്ഞെടുക്കുന്നത് അവിടെ പ്രവർത്തിക്കും. അത് സംസ്ഥാനം മൊത്തം പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. വടകര പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം വടകര മത്സരിക്കുന്നതാണോ? അല്ലല്ലോ. റിസൾട്ട് വരട്ടെ.